മഹാകുംഭമേളയിൽ 60 കോടിയിലധികം ജനങ്ങൾ സ്നാനം നടത്തിയെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ദിവസം പ്രസ്താവിക്കുകയുണ്ടായി. ലോകം കണ്ട ഏറ്റവും വലിയ ആധ്യാത്മിക സംഗമത്തിന് ഫെബ്രുവരി 26-ാം തീയതി മഹാശിവരാത്രിയോടെ തിരശീല വീണപ്പോൾ സനാതനധർമ്മത്തിന്റെ മഹത്തായ സന്ദേശം ഭാരതത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ ഓരോ കോണിലും അലയടിക്കുകയായിരുന്നു. ആപ്പിൾ കോ ഫൗണ്ടറായ സ്റ്റീവ് ജോബ്സിന്റെ ഭാര്യ ലൗറിൻ പൗൽ ജോബ്സ് മഹാകുംഭമേളയിൽ പങ്കെടുക്കുകയും ഈ ആധ്യാത്മിക സമൂർത്ത ഭാവനയിൽ അലിഞ്ഞു ചേരുകയും ചെയ്തു. സ്വാമി കൈലേശാനന്ദനാഥ്ഗിരിയുടെ ശിക്ഷണത്തിൽ ധ്യാനവും ക്രിയായോഗവും പ്രാണായാമവും ചെയ്ത ലോറിൻ തന്റെ ഗുരുവിൽ നിന്നും കമല എന്ന പേര് സ്വീകരിച്ചാണ് തിരിച്ച് സ്വദേശത്തേക്ക് മടങ്ങിയത്. പക്ഷെ കേരളത്തിലെ ചില സ്വയം പ്രഖ്യാപിത പ്രബുദ്ധ മലയാളിക്ക്, പ്രത്യേകിച്ച് കയ്യിലിരിപ്പ് കൊണ്ട് ജനങ്ങൾ മാപ്ര എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമ പ്രബുദ്ധതയ്ക്ക് കുംഭമേള തികച്ചും പ്രാകൃതവും അനാവശ്യവുമായി മാത്രമാണ് തോന്നിയത്. പ്രമുഖ ചാനലിന്റെ അവതാരികയുടെ ആത്മരോധനം മലയാളമേ നിനക്കിതെങ്ങനെ കഴിഞ്ഞു എന്ന രീതിയിലാണ്. അവരുടെ ധ്വനി ഈ കേരളം എന്റെയല്ല, എന്റെ കേരളം ഇങ്ങനെയല്ല എന്ന രീതിയിലും. ഇതെല്ലാം കോപ്രായങ്ങളാണെന്നും ബൗദ്ധികത തുളുമ്പി നിൽക്കുന്ന മലയാളിക്ക് ഇതെന്ത് പറ്റിയെന്നുമാണ് അവതാരികയുടെ സന്ദേഹം. ദക്ഷിണേന്ത്യയിൽ നിന്നും, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും നിരവധി ജനങ്ങൾ റോഡ് മാർഗവും റെയിൽവേയിലും വിമാനത്തിലും പ്രയാഗ്രാജിലേക്ക് ഒഴുകിയെത്തിയതാണ് അവതാരികയെ ചൊടിപ്പിച്ചത്. ഇത്രനാൾ കപട മതേതരത്വത്തിന്റെ പേരിൽ ഇവർ വിജയകരമായി ഉയർത്തിക്കൊണ്ടുവന്ന ഹിന്ദുത്വത്തിനോടുള്ള തീവ്രമായ വെറുപ്പിന്റെ നാമ്പുകൾ അസ്വീകാര്യമായി തുടങ്ങുന്നതിന്റെ മാനസിക വ്യഥയും ഇക്കൂട്ടരുടെ വാക്കുകളിൽ വ്യക്തമായിരുന്നു. പ്രബുദ്ധതയുടെ അവകാശവാദത്തിന് സന്തോഷ് ജോർജ് കുളങ്ങര ഒരിക്കൽ കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഘടിതമായ ഒരു കൂട്ടർ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് നമ്മൾ ജനിക്കുമ്പോഴേ പ്രബുദ്ധരാണെന്നാണ്. പ്രബുദ്ധർക്ക് സംശയമുണ്ടാകരുതല്ലോ, അവർ എല്ലാം അറിയുന്നവരായിരിക്കണം. അതുകൊണ്ട് ചോദ്യം ചോദിക്കുന്നവർക്ക് തീരെ കുറച്ചിടും. സനാതന ധർമ്മ മാർഗത്തിലേക്കുള്ള ഏത് പ്രവൃത്തിയെയും പ്രബുദ്ധതയുടെ കപട നിർമ്മിതി കൊണ്ട് ചോദ്യം ചെയ്യുകയാണ് ഇത്തരത്തിലുള്ള മലയാള മാധ്യമ പ്രവർത്തകർ. ഗംഗയും യമുനയും ഭൂമിയുടെ അടിയിലൂടെ നിർഗമിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന പൗരാണിക നദിയായ സരസ്വതിയും സംഗമിക്കുന്ന ത്രിവേണിയിൽ നടക്കുന്ന പുണ്യസ്നാനം ചിരപുരാതനമായ ഭാരത ക്ഷേത്രത്തിന്റെ നിശബ്ദമായ ആത്മ നൈവേദ്യമാണ്. ഇത്തരത്തിലുള്ള മഹത്തായ ആശയത്തെയാണ് കപട മതേതരവാദികളായ ഒരുപറ്റം മാധ്യമ പ്രവർത്തകർ പരിഹസിക്കുവാൻ ശ്രമിക്കുന്നത്, പിന്നീട് ദയനീയമായി പരാജയപ്പെടുന്നത്. ഇതൊക്കെ വിലയിരുത്തുവാൻ കഴിയണമെങ്കിൽ ഇക്കൂട്ടരുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന രാഷ്ട്രവിരുദ്ധമായ രാഷ്ട്രീയ വിഷത്തിനും മതമൗലികതയ്ക്ക് കുടപിടിക്കുന്ന മാനസിക വൈകല്യത്തിനും മാറ്റം വരേണ്ടിയിരിക്കുന്നു. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞതാണ് വാസ്തവം. പ്രയാഗ്രാജിൽ വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം. ഒരു വ്യക്തി എന്ത് കാണാനാണോ ആഗ്രഹിക്കുന്നത് അതാണ് അവർ അവിടെ കണ്ടെത്തുന്നത്. കഴുകന് ശവശരീരവും പന്നിക്ക് അഴുക്കും, കച്ചവടക്കാരന് കച്ചവടവും, ഭക്തന് ഭക്തിയും. മാധ്യമപ്രവർത്തകർ, പ്രത്യേകിച്ച് മാപ്രകൾ എന്ത് കാണണമെന്ന് അവർ തന്നെ തീരുമാനിക്കട്ടെ.